പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെങ്കിൽ I have to thank our beloved principal Miss Safia ma'am for inviting me here today on the stage. And I'd like to thank you students for being here on a special day, which is certainly one of the most important days of our India, because today is the day our first Prime Minister was born. So I have to thank Safia ma'am for inviting me here today. എനിക്ക് എന്തിനാണ് സ്കോളർഷിപ്പ് കിട്ടിയ ഡൗട്ട് ഉണ്ടാവും. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഫിസിക്സിലാണ്. ഫിസിക്സ് ബോറിംഗ് സബ്ജക്റ്റ് ആയിരിക്കും കുറെ ആൾക്കാർക്ക്. സയൻസ് എന്ന് പറയാൻ ഇഷ്ടം ഉണ്ടാവില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമല്ലെങ്കിലും ഒരു 10ലോ 12ലോ എത്തുമ്പോൾ എന്തായാലും പഠിക്കേണ്ടി വരുന്ന ഫീൽഡുകളാണ്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ സയൻസ് ഞാൻ പഠിച്ചേനെ. കാരണം ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സിലബസ് ഹാർഡാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹാർഡാവില്ല. 9th 10th 8th വരെ ഈസി ആയിരിക്കും. പിന്നെ 9th 10th പെട്ടെന്ന് ടഫാവില്ല. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു പ്രായത്തിൽ തുടങ്ങിയാൽ ലേറ്റ് ആകുമ്പോൾ ഈസിയാവും. അതാണ് ഇൻട്രഡക്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഞാൻ ബോറടിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയോ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്താ അറിയോ? ഇല്ലല്ലോ. ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ, നിങ്ങളൊരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലായിരിക്കും. നിങ്ങളിവിടെ കോഴിക്കോട് റോഡിലാണുള്ളത്, മാവൂർ റോഡിൽ. ഭയങ്കര സ്പീഡ് പോകുന്നൊരു ബസ്സാണ്. ഒരു 300 km/h പോകുന്ന ബസ്സാണ്. ആർക്കും വയ്യൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ സ്പീഡ് പോവാണ്. അപ്പോൾ ഈ ബസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് 300 km/h പോകുള്ളൂ. സ്പീഡ് കുറയോ ചെയ്യില്ല, താഴുകയോ ചെയ്യില്ല. അതങ്ങനെയാണ്. കൂടാനും പറ്റൂല. അപ്പൊ കുറയൂല, കൂടൂല. കറക്റ്റ് 300 km/h ഇങ്ങനെ പോവാണ്. ബസ്സിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ എന്താണ് സംഭവിക്കുക? ആരെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം നല്ല ആൻസേഴ്സ് ആണ്. പക്ഷെങ്കിൽ സംഭവിക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ കറക്റ്റ് 300 km/h പോകുമ്പോ നിങ്ങൾ പോകാത്ത പോലെ ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾ കറക്റ്റ് 300 km/h പോവാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാം, ബസ്സിൽ ചാടാം. പക്ഷെ കറക്റ്റ് നിങ്ങൾ 300 km/h പോകുന്നുണ്ട്. അപ്പോൾ ബസ് അത് നിർത്തി വെച്ചതാണെങ്കിലും കറക്റ്റ് പോവാണെങ്കിലും സെയിം ആയിരിക്കും. അതെങ്ങനെയാന്ന് പറഞ്ഞാല് ഒരു ബസ് അത് കറക്റ്റ് 300 km/h പോവാണെങ്കിൽ അത് ആക്സിഡന്റ് ആവുന്നില്ല. അപ്പൊ അത് അവിടെ തന്നെ നിൽക്കും. അതാണെങ്കിൽ സ്പീഡ് കുറയുന്നില്ല. അപ്പൊ നിങ്ങളെ കൈമേലൊരു കപ്പ് ചായ ഉണ്ടായിരിക്കും. ആ ചായന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അത് മുന്നോട്ട് പോകില്ല, ബാക്കോട്ടും പോകില്ല. അപ്പൊ ബസ് ഇങ്ങനെ നിർത്തി പോയി കളിക്കുകയാണെങ്കിൽ അതിങ്ങനെ ബാക്കോട്ട് മുന്നോട്ട് അളകൂലേ? അതുപോലെ പക്ഷെ കറക്റ്റ് 300 km/h പോവാണെങ്കിൽ നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കുന്ന പോലെ തോന്നും. കറക്റ്റ് 300 km/h പോവാണെങ്കിൽ നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് 300 km/h പോകുന്ന ബസ്സുകളൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഇത് 300 km/h ഒരു എക്സാമ്പിളാണ്. എത്ര സ്പീഡ് പോയാലും ഇപ്പോൾ 10 ആവാം, 50 ആവാം, 100 ആവാം. പക്ഷെ കറക്റ്റ് ആ സ്പീഡിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് നിർത്തിയിട്ടതാണെങ്കിലും കറക്റ്റ് പോവാണെങ്കിലും സെയിം ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി. മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇനി?
ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ അല്ലാത്ത കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകണമെന്ന് മാൻഡറ്ററി ഇല്ല. കാരണം ഇപ്പോൾ ഒരു 30 കൊല്ലാണെങ്കിൽ സ്കൂളിൽ പോകേണ്ടി വരും. എല്ലാവരും അങ്ങനെ അല്ലാണ്ട് പഠിക്കാൻ പറ്റണമെങ്കിലും പോകേണ്ടി വരും. പക്ഷെ ഈ കാലത്ത് പറഞ്ഞാൽ എല്ലാ റീസോഴ്സും അവൈലബിൾ ആണ്. ഒരു ഫോൺ മാത്രം മതി നിങ്ങൾക്ക് സിലബസ് മൊത്തം പഠിക്കാൻ. പക്ഷെ അത് പഠിക്കാനുള്ള ഇത് വേണം, മോട്ടിവേഷൻ വേണം. 90% കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പം അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രിക്ട്ലി സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില കുട്ടികൾക്ക് എന്തായാലും പോകണം, കാരണം അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഈ കാലത്തുള്ളത് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാം. സിലബസ് ഒരു ഫോൺ മാത്രം മതി. അങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചത്. ഫിസിക്സിൽ ഇത്ര താല്പര്യം വരാൻ കാരണം എന്താ? അത് ഇച്ചിരി വലുതായാലേ മനസ്സിലാവും. ഫിസിക്സിൽ ഇപ്പോൾ ഒരു കാര്യം മെഷർ ചെയ്യണമെങ്കിൽ അതിന് മാത്സ് വേണം. ഞാൻ ഡൗട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു വഴി നമുക്ക് റോക്കറ്റ് വേറെ വഴിയിലോട്ടാക്കണം. അങ്ങനെ കറക്റ്റ് ആക്കാൻ നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ നോക്കിയാൽ സാധനം കൂട്ടി തരക്കും. പക്ഷെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മാത്സ് വെച്ച് ചെയ്താൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കുറയും. പിന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം അതിനാണ് ഫിസിക്സിൽ മാത്സ് ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ പ്രൊഫഷണലായിട്ട് അസ്യൂം ചെയ്യും. അപ്പം അതിനാണ് ഫിസിക്സിൽ മാത്സ് ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് ബ്ലാക്ക് ഹോളിന്റെ സ്പെഷ്യൽ. വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞാല് സെയിം സാധനം, പക്ഷെ ഓപ്പോസിറ്റ്. വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞാല് ഒരിക്കലും ഉള്ളിൽ കയറാൻ പറ്റില്ല. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാല് ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അതാണ് രണ്ടിന്റെ ഡിഫറൻസ്. കോൺഫിഡൻസ് കുറെ പരിപാടി നോക്കുമ്പോൾ വേറാണോ ചോദിച്ചത്? ഇത് വേറെ എങ്ങനെയാണ് തിയറികൾ എഴുതാനുള്ള കോൺഫിഡൻസ് വന്നത്? ഫിസിക്സിൽ കാരണം കോൺഫിഡൻസ് ഒന്നും വേണ്ട. ഫിസിക്സ് പറഞ്ഞാൽ ഓപ്പൺ ഫീൽഡാണ്. ഇപ്പോൾ ഏത് കുട്ടിക്ക് വേണമെങ്കിലും ഫിസിക്സിൽ പേപ്പർ എഴുതും, ആരും ചെയ്യില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓപ്പൺനെസ്. സയൻസിൻ്റെ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർ എഴുതി പേപ്പർ അയക്കുകയാണെങ്കിലും ഒരു 10 വയസ്സുള്ള കുട്ടി പേപ്പർ അയക്കുകയാണെങ്കിലും സെയിം ഇതായിരിക്കും. കാരണം ഒരു കുട്ടി അയച്ചാലും പ്രൊഫസർ അയച്ചാലും മനസ്സിലാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജേർണലിസ്റ്റിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളാരാകും ഓലാരാകും നമുക്കറിയില്ല. ഓലാകെ കാണുന്നത് പേപ്പറാണ്. അപ്പോൾ എങ്ങനെ അയച്ചാലും ഞാൻ അയച്ചാലും ഒരു പ്രൊഫസർ അയക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പ്രൊഫസറാണെന്ന് അവർക്ക് അറിയില്ല, എനിക്ക് എത്ര വയസ്സാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുന്ന ആവശ്യമില്ല. കോൺഫിഡൻസ് ഇന്ന് നാച്ചുറലി വരുന്നത്.